ഞാനിപ്പോൾ എൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടതാണ്. എൻ്റെ മുട്ടുകാല് പിന്നെ കിച്ചണിൽ ഫ്ലാറ്റിൽ വീണപ്പം പിന്നെ ചിരട്ട ഇളകിയിട്ട് അതിൻ്റെ മഞ്ച ഇളകിയതാണ്. പിന്നെ 10-15 വർഷം മുന്നേ ബൈക്കിൽ വീണിട്ട് കയ്യിൻ്റെ എല്ല് പിന്നെ കിണറ്റിൽ നിന്ന് വിട്ടിട്ട് 3 ഡോക്ടർ കൂടിയിട്ട് ഏച്ച് വെച്ചതാണ്. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ മോളെ ഭർത്താവ് കൊടുവാളുടെ പിടികൊണ്ട് പിന്നെ എൻ്റെ നെഞ്ഞിന് കുത്തിയിട്ട് ഇപ്പം നെഞ്ഞിൻ്റെ എല്ല് പിന്നെ വാരിയെല്ല് പൊട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇരിക്കാനോ കിടക്കാനോ ആകാനും പറ്റില്ല. എന്നിട്ടും എനിക്ക് കണ്ണിൻ്റെ കാരണം പട്ടിണി കിടക്കാൻ പറ്റായിട്ട് ഇപ്പം ഞാനൊരു 5.5 സെൻറ്റ് സ്ഥലവും പിന്നെ ഒരു പണി തീരാത്തൊരു വാർപ്പിട്ട വീടും വാങ്ങിയിട്ടുണ്ട്. അപ്പം ആ വീട്ടിൽ നിന്നുകൊണ്ട് ഇന്നലാണ് പിന്നെ രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ ഞാൻ ആ പണി തീരാത്ത വീട്ടിൽ നിന്ന് പിന്നെ ജോലിക്ക് പോവാണ്. എങ്ങനെ ഒരു വീടിൽ അടിച്ചു വാരാനും തുടയ്ക്കാനും പോയിട്ട് ആ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് 3-4 ദിവസത്തേക്കുള്ളതാണ്. 3-4 5-6 ദിവസത്തേക്കുള്ള ഓലിക്ക് ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ പോയി ഞാൻ വന്നതാണ്. ഇപ്പോൾ അതാ ടാങ്ക് ഇപ്പോൾ താഴെ വീട്ടിലായിരുന്നു എൻ്റെ. ഇപ്പോൾ ഞാൻ എടുത്ത് ഇവിടെ കൊലായിയാണിത്. പക്ഷേ ഇവിടെ കൊലായി ആയിട്ട് എനിക്ക് അത് പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചതാണ്. ടാങ്ക് ഇങ്ങോട്ട് ഇതവിടെ സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല, കുറച്ചും കൂടി വെക്കാനുണ്ട്. ഈ അരിമാറി ഇവിടെ ഉള്ളതാണ്, പൈസ കൊടുത്ത് ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഈ കസാലൊക്കെ ഞാൻ കൊണ്ടുവന്നതാണ്. ഈ ടേബിളും ഇവിടെ ഉള്ളതാണ്. വലിയ 8-12 ആൾ കുത്തിരിക്കണേറ്റാൽ വലിയ ടേബിളാണ്. ഇതൊക്കെ താഴെ വീട്ടിൽ നിന്ന് ഞാൻ ഇപ്പോൾ സാധനം കൊണ്ടുവന്നതാണ്. പക്ഷേ ടേബിളും ഞാൻ ഇവിടെ വാങ്ങിയതാണ്. പിന്നെ ഈ കട്ടിലും ഞാൻ വാങ്ങിയതാണ്. ഇവിടെ വലിയ കട്ടിലാണ്. കട്ടിലിനിടാനുള്ള കിടക്ക എൻ്റെ ഉള്ളതായിരുന്നു. പിന്നെ അപ്പോൾ ഞാനിതാ പുറത്ത് തീ മൂട്ടിയാണ്. ഗ്യാസ് 2 കുറ്റി ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റാൻ ഗ്യാസിന് വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഇതാ പുറത്താണ് തീ മൂട്ടിയത്. ഈ ഗതി ഒരാൾക്ക്